Hi friends, welcome to Kanasa Kunasa. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് PVC പൈപ്പോടെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായത് ഒരു 2 ഇഞ്ചിന്റെ പൈപ്പാണ്. നമ്മളിവിടെ ഒരു 16 സെന്റിമീറ്റർ അത് സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നു. ശേഷം അത് റൗണ്ടിൽ കട്ട് ചെയ്യാനായി ഒരു A4 ഷീറ്റ് എടുത്ത് മടക്കി വെച്ച് അതിന് മുകളിലൂടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ശേഷം ബ്ലേഡ് ഉപയോഗിച്ച് നമ്മളത് കട്ട് ചെയ്യുന്നു. അപാകതകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് പൈപ്പിന്റെ ഇരുവശങ്ങളും വൃത്തിയായി വരയ്ക്കുക. മുഴച്ചുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. 2 ഇഞ്ചിന്റെ 2 എൻഡ് കേബിളുകൾ ആവശ്യമാണ്. ഒന്ന് LED കണക്ട് ചെയ്യുന്നതിനും മറ്റൊന്ന് സ്പീക്കർ കണക്ട് ചെയ്യുന്നതിനും. ഇത് LED-ക്കുള്ളതാണ്. രണ്ടറ്റത്തും 2 LED-യും നടുക്കിലത്തെ എയർ പാസേജിന് വേണ്ടിയിട്ടുള്ള ഹോളാണ്. ഇതിലാണ് സ്പീക്കർ കണക്ട് ചെയ്യുന്നത്. 4 ഓം 10 വാട്ടിന്റെ സ്പീക്കറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡയഫ്രം പുറത്തേക്ക് വരത്തക്ക രീതിയിൽ വേണം മാർക്ക് ചെയ്യാൻ. അതിനായി ഡയഫ്രത്തിന്റെ അളവ് നോക്കുക, 6.5 സെന്റിമീറ്റർ. അത് സ്കെയിൽ ഉപയോഗിച്ച് എൻഡ് ക്യാപ്പിൽ മാർക്ക് ചെയ്യുന്നു. ശേഷം അത് വൃത്തിയായി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം സ്പീക്കർ അതിലിറക്കി വെച്ച് നട്ട് ബോൾട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ MP3 ബ്ലൂടൂത്ത് മൊഡ്യൂൾ. ഇത് സിംഗിൾ ചാനലാണ്, അതായത് ഒരു സമയം ഒരു സ്പീക്കറാണ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ലോക്കലി പർച്ചേസ് ചെയ്താണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു 100 രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇത് SD കാർഡ് ഇടാനുള്ളതും ഇത് USB കുത്താനുള്ള പോർട്ടും, തൊട്ടപ്പുറത്തുള്ളത് മൈക്രോ USB ചാർജിങ് പോർട്ടാണ്. ഇത് ഇതിന്റെ ആന്റിന സെക്ഷനാണ്, ബ്ലൂടൂത്ത് റിസീവിംഗ് സെക്ഷനും. പിന്നെ 2 ജിഗുകൾ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള ജിഗും മറ്റേത് പവർ സപ്ലൈ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ജിഗാണ്. 2 ചേസർ LED-കളാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 5 മൈക്രോ സ്വിച്ചസുകളും. ഈ 5 മൈക്രോ സ്വിച്ചും ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും അറ്റത്തുള്ള സ്വിച്ച് എന്ന് പറയുന്നത് നമുക്ക് പവർ ഓണും ഓഫും ചെയ്യാനുള്ള സ്വിച്ചാണ്. തൊട്ടപ്പുറത്തുള്ള 2ാമത്തെ സ്വിച്ച് എന്ന് പറയുന്നത് നെക്സ്റ്റ് പോകാനുള്ള സ്വിച്ചാണ്. 3ാമത്തെ സ്വിച്ച് മോഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചും 4ാമത്തെ പ്രീവിയസ് പോകാനുള്ള സ്വിച്ചും 5ാമത്തെ സ്വിച്ച് LED നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ഈ മൊഡ്യൂൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള PVC-യുടെ ഉള്ളിൽ എല്ലാ പോർട്ടുകളും പുറത്തേക്ക് വരത്തക്ക രീതിയിൽ പെർപെൻഡിക്കുലറായി കണക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ മൈക്രോ സ്വിച്ചസുകളും അതുപോലെ തന്നെ ചേസർ LED-കളും ഇതിനുള്ളിൽ പെട്ടുപോകാൻ സാധ്യതയുള്ളതിനാൽ ഇവയെല്ലാം സെപ്പറേറ്റ് വയേഴ്സ് ആൻഡ് ബോർഡ്സ് യൂസ് ചെയ്ത് ഞാൻ പുറത്തെടുക്കുന്നു. അത് വീഡിയോയിൽ കാണിക്കുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടി പോകാൻ സാധ്യതയുണ്ട്. മോഡ്യൂളിൽ നിന്ന് എല്ലാ മൈക്രോ സ്വിച്ചസുകളും സെപ്പറേറ്റ് വയേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു സർക്യൂട്ട് ബോർഡിലേക്ക് മാറ്റിയാണ്. ഇത് PVC-യുടെ മുകളിലേക്ക് വരുന്ന ഭാഗമാണ്. കൂടാതെ 2 ചേസർ LED ബോർഡിലുണ്ടെന്ന് പറഞ്ഞു. ആ 2 ചേസർ LED-കളും സെപ്പറേറ്റ് വയേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താണ്. ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള ആ LED വരുന്ന എൻഡ് ക്യാപ്പിന്റെ ഹോളിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. PVC-യിൽ ഡ്രില്ല് ചെയ്ത് ഹോളുകൾ ഇട്ടതിന് ശേഷം സ്വിച്ച് കണക്ട് ചെയ്തു. കൂടാതെ നമ്മുടെ USB-യും ചാർജിങ്ങിന്റെയും പോർട്ട് PVC-യിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. മൈക്രോ SD ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. ഇത് നല്ല രീതിയിൽ സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഫോം കോർ ഷീറ്റ് കട്ട് ചെയ്ത് പശ വെച്ച് അതിനുള്ളിൽ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രസ് ചെയ്യുമ്പോൾ സർക്യൂട്ട് മൊത്തത്തിൽ അടിയിലേക്ക് പോരും. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഫോം കോർ ഷീറ്റ് വെച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ടുള്ളത്. ഈ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള LED-കള് ജസ്റ്റ് നേരത്തെ കാണിച്ച ഹോൾ ഇട്ടിട്ടുള്ള എൻഡ് ക്യാപ്പിലേക്ക് ഫിറ്റ് ചെയ്യണമെന്നാണ് അടുത്ത പരിപാടി. ജസ്റ്റ് ഗ്ലൂ ഗൺ വെച്ച് അടിക്കുക. പവർ സപ്ലൈ ആയിട്ട് ലിഥിയം അയൺ ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഗ്ലൂ ഗൺ വെച്ച് അടിച്ചുറപ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് നമ്മൾ മൊഡ്യൂളിലത്തെ ജിഗായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ശേഷം നമ്മുടെ സ്പീക്കറാണ്, സ്പീക്കറും മൊഡ്യൂളിലത്തെ ജിഗായിട്ട് കണക്ട് ചെയ്തു. ഇനി എൻഡ് ക്യാപ്പ് നമുക്ക് പതിയെ പ്രസ് ചെയ്ത് അടച്ചു കൊടുക്കാം. തിരിക്കേണ്ട, ഉള്ളിലത്തെ വയറുകൾ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അപ്പുറത്തെ ഭാഗത്തുള്ള എൻഡ് ക്യാപ്പില് നമ്മൾ പറഞ്ഞ പോലെ 5 ഹോളില് LED ഗ്ലൂ ഗൺ വെച്ച് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അത് പതിയെ അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവനെ നല്ല അടിപൊളിയായിട്ട് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്കിനി പെയിന്റിങ് സെക്ഷനിലേക്ക് പോകാം. Hi friends, അപ്പോൾ
നമ്മള് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്കപ്പോ വർക്കിംഗ് കണ്ടീഷൻ ഒന്നും കണ്ട കറുത്ത പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാണ്. നമുക്കപ്പോ ഓൺ ചെയ്യാം. ഇതാണ് ഇതിന്റെ ഓൺ ബട്ടൺ വരുന്നത്. ഗൈസ് ലൈറ്റ് ഒക്കെ വർക്കിംഗ് ആണ്, സെറ്റാണ്. നമുക്ക് ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്യാം. ഗൈസ് അപ്പൊ കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോങ് പ്ലേ ചെയ്ത് നോക്കാം. ഗൈസ് സ്വാഗതം. Things going on, I can't keep track of them all. From people dropping a bomb to people putting up walls. I feel like life is on call, perception stuck in a vault. I know that time can heal all, but how much time till we fall? It's awfully chilly outside.